പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സിവിൽ സ്റ്റേഷനിൽ. അപ്പോൾ കോൺഗ്രസ് നേരത്തെ തന്നെ 6 സീറ്റിൽ LDF ഇതില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 5 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ലീഗാണ് പ്രധാനമായിട്ട് UDFൻ്റെതായി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികൾ പറഞ്ഞത് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു, അവരെ ഒഴിവാക്കിയെന്നാണ്. അപ്പോൾ SUവിന്റെ സംസ്ഥാന സെക്രട്ടറി അൻവർ പുളിക്കൽ അല്ലേ, നൗഷാദ് പുളിക്കൽ അല്ലേ, നൗഷാദ് പുളിക്കൽ, ഇങ്ങനെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇപ്പോൾ UDF ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. ആദ്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, പെരിന്തൽമണ്ണ താലൂക്കിലെ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പെരിന്തൽമണ്ണ താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സഹകരണ സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ പെരിന്തൽമണ്ണ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ 11 അംഗ ബോർഡാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ക്രെഡിറ്റ് മേഖലയിൽ നിന്നും നോൺ ക്രെഡിറ്റ് മേഖലയിൽ നിന്നുമൊക്കെ ആയിട്ട് EMS ഹോസ്പിറ്റൽ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതൊക്കെ എല്ലാ മെമ്പർമാരും സഹകരണ മേഖലയിൽ ഒത്തൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പെരിന്തൽമണ്ണ താലൂക്കിലുള്ളത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് 11 അംഗ ബോർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി CPMന് സ്വാധീനമുള്ള മേഖലയായ 6 മണ്ഡലങ്ങളുണ്ട് ഇതിൽ. ഈ 6 മണ്ഡലത്തിലേക്ക് UDF മത്സരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ബാലൻസ് വരുന്ന 5 മണ്ഡലങ്ങൾ, ഈ 5 മണ്ഡലങ്ങളിൽ CPM മത്സരിക്കുന്നില്ല. 4 തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ നിന്ന് 4 അംഗങ്ങളും ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് 1 അംഗവും, അങ്ങനെ 5 മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏകദേശം 505ഓളം മെമ്പർമാരാണുള്ളത്. ഈ 505 മെമ്പർമാരിൽ 3/2 ഭൂരിപക്ഷത്തോടു കൂടെ മുസ്ലിം ലീഗ് അനുഭാവമുള്ള സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ ജീവനക്കാരാണുള്ളത്. ബാക്കി വരുന്നതിൽ ഏകദേശം ഒരു 100 കോൺഗ്രസിൻ്റെ മെമ്പർമാരും ഒരു 100ഓളം വരുന്ന CPMൻ്റെ മെമ്പർമാരുമാണുള്ളത്. എല്ലാ കാലങ്ങളിലും ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അനുഭാവ സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറായിരിക്കും. അതേപോലെ ഈ 5 മണ്ഡലത്തിൽ UDFന് ജയിക്കാവുന്ന 5 മണ്ഡലത്തിൽ 2 അംഗങ്ങളെ കോൺഗ്രസിനും 3 അംഗങ്ങളെ ലീഗിനും എടുത്തുകൊണ്ടാണ് സ്റ്റാറ്റസ് കോ നിലനിന്നിരുന്നത്. പക്ഷേ UDF സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് ലീഗിൻ്റെയും കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെയും മാത്രം ഉത്തരവാദിത്തമല്ല. അവർ മത്സരിക്കുന്നില്ല എങ്കിൽ നോമിനേഷൻ കൊടുത്തത് എന്തിനാണ്? മാത്രമല്ല, ഇന്ന് UDF സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിൽ പത്ര റിപ്പോർട്ടുകളൊക്കെ ബഹിഷ്കരിച്ചു എന്നും പറഞ്ഞിട്ടും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ ഹമീദ് മാസ്റ്ററെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ UDF സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലാവട്ടെ തിരൂരങ്ങോടി താലൂക്കിലാവട്ടെ ഒക്കെ UDFൻ്റെ സംവിധാനത്തിലല്ല കോൺഗ്രസ് ലീഗിനെ പരിഗണിക്കുന്നത്. സ്വാഭാവികമായുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ലീഗും കോൺഗ്രസും ഒക്കെ ഒരുമിച്ചായിരുന്നു. ടീം UDF ഒറ്റക്കെട്ടാണ് എന്ന രീതിയിലൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ചില അനുഭാവികൾ തന്നെ പറഞ്ഞത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ മലപ്പുറം പഴയ പോലെ തന്നെ ലീഗിന്റെ മേധാവിത്വത്തിലേക്ക് പോവുകയാണോ എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയെന്നൊരു ഘടകവും. അത് തികച്ചും തെറ്റായൊരു വാദമാണ്. ടീം UDF ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, തവനൂർ മണ്ഡലത്തിൽ ജോയിയെ നമ്മൾ വിജയിപ്പിച്ചെടുത്തത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ടീം UDF ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് സഹകരണ മേഖലയിൽ എല്ലാ പാർട്ടികളും ഒരു യോജിപ്പുണ്ട്. ആ യോജിപ്പ് ഇവിടെ തെരഞ്ഞെടുപ്പ് CPMന് മഹാഭൂരിപക്ഷമുള്ള 6 മണ്ഡലങ്ങളിൽ നമ്മൾ മത്സരിക്കാതെ മാറി നിന്നതും UDFന് മേൽക്കൈമുള്ള 5 മണ്ഡലങ്ങളിൽ CPM മത്സരിക്കാതിരുന്നതും ഇവിടുത്തെ ഒരു സഹകരണ മേഖലയുടെ ഒരു യോജിപ്പാണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കന്മാരുടെ ഈഗോയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും 505 മെമ്പർമാരുള്ള ജീവനക്കാരുടെ പ്രതിനിധിയിൽ നിന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ വരേണ്ടത്. 3/2 ഭൂരിപക്ഷമുള്ള ആ ജനപ്രതിനിധികളിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പ് പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അവർ പറഞ്ഞത് കോൺഗ്രസ്സിൽ, അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കോൺഗ്രസ്സിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല,
ധാരണകളൊക്കെ ഉണ്ടായി പോയി കഴിഞ്ഞാലല്ലേ ടീം UDF ആവുള്ളൂ. അല്ല ഞങ്ങളെ അവർ ഒഴിവാക്കിയ എന്ന തരത്തിലാണ് സംസാരമൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ ഒഴിവാക്കി എന്ന തരത്തിലുള്ള ഇനി അതിനെക്കുറിച്ച് അദ്ദേഹം പറയട്ടെ. ബാങ്കിന്റെ പ്രസിഡന്റുമാരുടെ പ്രസിഡന്റാണ്, എന്റെ പേര് സെക്രട്ടറി സെയ്ദ് അബു തങ്ങൾ. ഈ അവരെ ഒഴിവാക്കി, അതായത് ധാരണയുടെ പുറത്ത് പോകുമ്പോൾ അവർക്ക് പരിഗണന നൽകേണ്ടതല്ലേ പരിഗണിക്കാതിരുന്നു എന്നൊരു തരത്തിലുള്ള ഒരു ഇതുകൂടിയുണ്ട്, അവരുടെ ആരോപണമുണ്ട്. ഒരിക്കലുമല്ല, നമ്മൾ അവരോട് നന്നായി സംസാരിച്ചാണ്. അത് ഈ കാര്യത്തിൽ കാലങ്ങളായിട്ട് ഇവിടെ പെരിന്തൽമണ്ണ സർക്കിൾ യൂണിയൻ വരുന്നത് സ്റ്റാറ്റസ് അനുസരിച്ച് ഭരണസമിതി ഭാഗത്ത് 2 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ ലീഗുമാണ് മത്സരിക്കുന്നത്. എംപ്ലോയീസിന്റെ ഭാഗത്ത് ലീഗിന്റെ സംഘടനയായി CEO മത്സരിക്കുന്നത്. ഇത് ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടിരുന്നത്. അത് പിന്നെ സമ്മതിക്കാതെ ഭരണസമിതി ഭാഗത്ത് നിന്ന് ഒരാളെ മാത്രം നോമിനേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരാൾ ഞങ്ങളോട് ചോദിക്കാതെ, പിന്നെ അഭിപ്രായം പോലും ചോദിക്കാതെയാണ് ശരിക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ അവരുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ ഒരു ചർച്ചയ്ക്കൊരു അവസരങ്ങൾ ഉണ്ടാക്കി തരണം, പിന്നെ പ്രസിഡന്റുമാരുടെ ഭാഗത്ത് ഒരാൾ കൂടി നിങ്ങൾ കൊടുത്ത് 2 ആളെ കൊടുക്കണം, എന്നാലും നമുക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയ ഹമീദ് മാഷെ വളരെ മോശമായി പറഞ്ഞുകൊണ്ട് അവർ പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണെന്നുള്ള ആ ലെവലിൽ വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ കാരണം ഉണ്ടായത്. അതല്ലെങ്കിൽ സ്റ്റാറ്റസ് അനുസരിച്ച് കാലങ്ങളായിട്ട് വരുന്നതാണ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ മാത്രമല്ലല്ലോ സ്റ്റാറ്റസ്കോ, മറ്റുള്ള എല്ലാ ജില്ലകളിലും സ്റ്റാറ്റസ് അനുസരിച്ച് പോകേണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നും മുസ്ലിം ലീഗിനെ അവർ പരിഹരിക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു സമവായത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്, ഇവിടെയും പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണന കൊണ്ടാണ് മലപ്പുറം ഇപ്പം ഈ സർക്കിളിൽ തന്നെ 24 ബാങ്കിൽ 19 ലീഗും 19 ബാങ്കും മുസ്ലിം ലീഗാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 3 ബാങ്ക് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിനാണ് 2 സീറ്റ് പകുതി കൊടുക്കുന്നത്. 19-4 എന്നുള്ളിടത്താണ് ലീഗ് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് 2-2 എന്നുള്ള ആ ലെവലിലേക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് വരുന്നത്. എന്നിട്ട് ഈ 2 കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് അത് വേണ്ട എന്ന തരത്തിൽ ബഹിഷ്കരണത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് അതൊരു പിടിവാശിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ പിന്നെ പെരിന്തൽമണ്ണയിലെ ഗ്രൂപ്പിസം ഭാഗമായിരിക്കാം, അത് നമുക്കറിയില്ല, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും ന്യായമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സ്റ്റാറ്റസ് അനുസരിച്ച് അവർക്ക് 2 സീറ്റ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 സീറ്റ് അവർ സമ്മതിക്കാതെയാണ് ജീവനക്കാർ ഭാഗത്ത് നിന്ന് ഒരു സീറ്റിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായത്. അതാണ് പ്രശ്നം. ആ നേരെ മറിച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പോകുമായിരുന്നു ഇവിടെ സംവിധാനം. പറയുന്നത് ചില കീഴ്വഴക്കങ്ങളുണ്ട്. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെ ഇടയ്ക്ക് തടസ്സം വരുത്തുന്ന തരത്തിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ മൂല കാരണമെന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഭരണം തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് നല്ലതല്ല എന്നാണ് പ്രത്യേകിച്ച് പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടീം UDF എന്ന് പറയുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നവർ പറയുന്നു. മറ്റു ജില്ലകളിൽ കോൺഗ്രസ് മേധാവിത്വം കാണിക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് ഒരിക്കലും കോൺഗ്രസിനോട് അകറ്റി നിർത്തലോ അല്ലെങ്കിൽ മേധാവിത്വം കാണിക്കലോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഉദാഹരണം തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തവനൂരിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് VS ജോയി ജയിപ്പിച്ചത് എന്നത് വളരെ പ്രധാന ഘടകമാണ്. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേതൃത്വം ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. ആരെയും മോശമാക്കി ചിത്രീകരിച്ച് കോൺഗ്രസിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളെ അതിലേക്ക് വലിച്ചിടരുത് എന്നുകൂടി ഇവർ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇനി കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞു പോകുന്നു. ഇനി ഭരണം തുടരുകയാണ്. ഈ ഭരണത്തിൽ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നായി മാറരുത് ഇതെന്ന് ഇവരും പറയുന്നു, UDFന്റെ എല്ലാ പ്രവർത്തകരും പറയുന്നുണ്ട്. അതിനുള്ള തീരുമാനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പുളശ്ശേരി, പാലക്കാട്.